നാടിന്റെ പൈതൃകം തൊട്ടറിഞ്ഞുകൊണ്ട് ഗംഭീരമായ സ്വീകരണത്തോടെ അമ്മത്തമ്പുരാട്ടിയെ ക്ഷേത്രത്തിലേക്ക് അണിയിച്ചിരിക്കുകയാണ്. ചരിത്രവും വൈദികവും നിലനിൽക്കുന്ന പുണ്യങ്ങളും പുണ്യമായ തിരുച്ചിഹ്നമായ ഇടപെട്ട ക്ഷേത്രത്തിൽ മതംതൊഴിലാഘോഷങ്ങളുടെ ഭാഗമായി ആശ്രിത വത്സലിയായ ഭഗവതിയുടെ ദിവ്യമായ ക്ഷേത്രസന്നിധിയിൽ പ്രാർത്ഥനാനിർഭരമായ ഹൃദയങ്ങൾ ഉണ്ടാകുന്ന പുണ്യമായ ചടങ്ങുകൾക്ക് സമാധാനം മത്സരിക്കുന്നതിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അമ്മ മഹാറാണിക്ക് അമ്മ തമ്പുരാട്ടിക്ക് ഒരാദരവ് നൽകണമെന്ന് അറിയിക്കുന്നു. ഐശ്വര്യവതിയായ അമ്മയുടെ ഇലങ്കത്തിലമ്മയുടെ പുണ്യമായ തിരുവേദിയിലേക്ക് അമ്മ തമ്പുരാട്ടിയെ സ്വാഗതം ചെയ്യുന്നു. വിശ്വസ്യ ജഗതോ ദിശാ തപസാ ജ്വലന്തീം വൈരോചനീം കർമ്മഫലേഷു ജുഷ്ടാം ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ സുദർശനസേ നമഃ. വളരെ ശ്രദ്ധേയമായ ഒരു ചടങ്ങിപ്പോൾ ഉടനടി തുടങ്ങാൻ പോവുകയാണ്. അമ്മ ഏകീകരിച്ച ഈ പരിപാവനമായ ഈ മണ്ണിൽ മകരദർശനം നടക്കാൻ പോകുന്നു. അതിന് വന്ന് ദേവിയെ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജന്മമെടുത്താൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ദുഃഖം അനുഭവിച്ചേ പറ്റും. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ദുഃഖം അറിഞ്ഞിട്ടില്ല? ഏതെങ്കിലും ഒരു രീതിയിൽ ദുഃഖം അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിശ്ചയം. അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ആദ്യപാദം പിടിക്കാനായിട്ടുള്ള സൗഭാഗ്യം കിട്ടുമെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ലോക സമസ്ത സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. സ്വാമി ശരണം. ഐശ്വര്യവതിയായ ഭഗവതി ഈ നാടിന്റെ പുണ്യമായി വർദ്ധിക്കുന്ന ഇലങ്കത്തിലമ്മയുടെ തൃപ്പാദം തൊട്ട് നമിച്ചുകൊണ്ടുള്ള പവിത്രമായ മകം തുഴൽ ചടങ്ങ് ആരംഭിക്കുകയാണ്.
കാലം തൊട്ടേ മകം തൊഴുവാണ്. ഇതുവരെയും മുടങ്ങിയിട്ടില്ല. ദേവി അനുഗ്രഹിച്ച് ഞാൻ എല്ലാ വർഷവും മകം തൊഴുന്നു. വളരെ സന്തോഷമാണ്. ഈ വർഷം എനിക്ക് അതിഗംഭീരമായ മകം തൊഴിലായിരുന്നു. കാരണം തമ്പുരാട്ടിയുടെ കൂടെ മകം തൊഴുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതെൻ്റെ മുൻജന്മ സുഹൃതമായിട്ട് കരുതുന്നു. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഓരോ വർഷവും ഇവിടുന്ന് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കോണിൽ നിന്നും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങളോട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച്. അതിൻ്റെ ക്ഷേത്ര അമ്മ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഇവിടെ വന്ന് തൊഴുതാൽ നൽകുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ദർശന സൗഭാഗ്യത്തിനായി ഭക്തജനങ്ങൾ ഇന്ന് ഇലങ്കത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ദിവ്യാനുഭവത്തിൽ പങ്കുചേരുവാനും സർവൈശ്വര്യങ്ങൾക്കും കാരണഭൂതിയായ അമ്മയെ കണ്ട് തൊഴാനും ഭഗവതി കാത്തുരക്ഷിക്കണമേ എന്ന അമ്മയോട് അഭ്യർത്ഥിക്കുവാനും ഏവരോടും മകം തൊഴൽ ചടങ്ങിന് ആരംഭമായി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണെന്ന് ഇലങ്കത്തിൽ ക്ഷേത്രത്തിൽ മകം തൊഴൽ ചടങ്ങിനായി എത്തിയിട്ടുള്ളത്. ഈ നാടിന്റെ സർവ്വസൗഭാഗ്യത്തിനും ഈ നാടിന്റെ സർവ്വവിധ ഉയർച്ചയ്ക്കുമായി മഹാദേവിയുടെ ശക്തമായ മഹാചൈതന്യമാണ് സാക്ഷാൽ ശ്രീ ഭദ്രകാളി. കടമ്പാട്ടുകോണം ഇലങ്കത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യത്തോടും കൂടി കുംഭമാസത്തിലെ മകം തിരുനാളിലാണ്, ദേവിയുടെ തിരുനാളാണ്, അന്നാണ് ഈ മകം തൊഴിൽ നടക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത് സ്ത്രീകൾക്ക് മാത്രം ദർശനം നൽകുന്ന കേരളത്തിലെ അഥവാ ഈ ഭാരതത്തിലെയും ലോകത്തിലേക്കും ഏക ക്ഷേത്രമായിരിക്കും കടമ്പാട്ടുകോണം ഇലങ്കത്തിൽ ഭഗവതി ക്ഷേത്രം. സ്ത്രീകൾ മാത്രം ദർശനം നൽകുന്നു എന്ന് പറയുമ്പോൾ അനേകായിരങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അനേകായിരങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് എത്തിയവർ അവരുടെ അവർക്ക് സായുജ്യമായത്, അനുഭവവേദ്യമായത് അവരവരുടെ നാടുകളിൽ ചെന്ന് പറയുമ്പോൾ അവർ വീണ്ടും ആൾക്കാർ ഇവിടെ വരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷകരമായതും അവർക്ക് സൗഭാഗ്യമായി ലഭിക്കുന്നതും അതായതുകൊണ്ടാണ് ആളുകൾ വർദ്ധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. ഈ വർഷം തൃശ്ശൂരിൽ നിന്നും ഒരു കുടുംബം നമ്മുടെ മകം തൊഴിൽ കേട്ടറിഞ്ഞ് അവരിങ്ങനെ പല രീതിയിലും വീഡിയോയിലും മറ്റുമൊക്കെ കണ്ടറിഞ്ഞിട്ട്, യൂട്യൂബിൽ കണ്ടറിഞ്ഞിട്ട് ഒരു കുടുംബം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തി. അവയുടെ പിറന്നാൾ സദ്യ ക്ഷേത്രസന്നിധിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. വിഭവാസമൃദ്ധമായ പിറന്നാൾ സദ്യയിലേക്കും എല്ലാ ബഹുമാന്യ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. മകം തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നൃത്തം കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ. എനിക്ക് ഉപഹാരം ഇന്ന് തമ്പുരാട്ടി ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മാത്രമല്ല ദേവി അടുത്ത് നിന്ന് കാണാൻ സാധിച്ചു. അതൊരു വളരെയധികം നല്ലൊരു ഭാഗ്യമാണ്. കുട്ടികളിൽ കുഞ്ഞുമായ ക്ഷേത്രമാണ് ഇലങ്കത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രം. മനഃശാന്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ കൊടുക്കുന്നത് പട്ടുപെറ്റകിനായിരിക്കാം. എല്ലാവരും സുഖലോകതയിലും നാം ജീവിച്ചാലും ശാന്തിയുടെ അമരമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശക്തിസ്വരൂപിണിയായ ദേവി അമ്മയുടെ തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അനേക സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ നമുക്കാൾ വരുന്നുണ്ട്. ഇത്തവണ പുതിയതായിട്ട് ചെറിയൻകീഴിൽ നിന്നും ഒരു ടീം വന്നിട്ടുണ്ട്. അതേപോലെ മുതാക്കൽ നിന്നും ഒരു ടീം വന്നിട്ടുണ്ട്. കാരേറ്റിൽ നിന്നും ഒരു 5-6 കുടുംബങ്ങളടങ്ങിയ ഒരു വാഹനം പിടിച്ചിവിടെ വന്നിട്ടുണ്ട്. ഒപ്പം കിളിമാനൂരിൻ്റെ പ്രദേശങ്ങൾ, നമ്മുടെ പള്ളിക്കൽ, ചടയമംഗലം, കൊല്ലം ജില്ലയുടെ കല്ലുവാതിക്കൽ, കൊട്ടിയം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരുന്നു. വർക്കലയുടെ ഭാഗത്തു നിന്നും വരുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് 10,000-ഓളം ആളുകളെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ മഹാഭാഗ്യവും പുണ്യവുമാണ്
വീണ്ടും വീണ്ടും ആളുകളെ ഇവിടെ വരുന്നതിന് പ്രേരിപ്പിക്കുന്നതും ആളുകൾ ഇവിടെ വരുന്നതും. ഈ മകൻ തൊഴൽ ദിവസം ക്ഷേത്രത്തിലെത്തുകയും മകൻ തൊഴൽ സൗഭാഗ്യ അർച്ചന നടത്തി സായുജ്യനാവുകയും ചെയ്തിട്ടുള്ള അനേകങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് അഭിവൃദ്ധിയിലേക്ക് വരികയാണ്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ തിരുനാൾ മഹോത്സവം മകൻ തൊഴൽ മഹോത്സവമായിട്ട് ആചരിക്കുന്നതിന് വേണ്ട എല്ലാ ആലോചനയിലുമാണ്. മറ്റ് ആഘോഷ പരിപാടികൾ, കെട്ടുകാഴ്ചയും ഘോഷയാത്രയും ഒക്കെ ഈ മകൻ തിരുനാളിൽ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ദിവസം അതിനുവേണ്ടി കണ്ടെത്തിക്കൊണ്ട് മകത്തിൻ്റെ പ്രാധാന്യം ഈ ലോകത്തിന് അറിയിച്ചുകൊണ്ട് മകം പിറന്ന മങ്ക എന്ന് പറയുന്ന കണക്കിന് നമ്മുടെ ദേവിയും മകം പിറന്ന മങ്കയാണ്. ഈ ലോകത്തിൻ്റെ ഐശ്വര്യപ്രദായിനിയാണ്, സ്ത്രീകൾക്ക് സൗഭാഗ്യം നൽകുന്നത്. നമ്മൾ ഈ ഉത്സവ മേഖലയായിട്ട് ഇത് പ്രഖ്യാപിക്കപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്തിട്ടില്ല. ഇത്തവണ നമ്മുടെ ക്ഷേത്രവും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ നമ്മൾ 8 ദിവസവും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള 3 കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉത്സവ സംബന്ധമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, നമ്മളെ സംബന്ധിച്ച് ഒരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ കരക്കാരും അവരുടെ അമ്പലത്തിൻ്റെ ഉത്സവം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഏകദേശം 8ഓളം സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ദിവസവുമായിട്ട് ഇവിടെ പടുക്ക വന്നിട്ടുണ്ട്. ഒരു ദിവസം 2 എണ്ണവും വെച്ച് വന്നിട്ടുണ്ട്. പടുക്ക സമർപ്പണവും നടക്കുമ്പോൾ അവരുടെ ആഘോഷമായിട്ട് ഇതിനെ കണക്ക് കൂട്ടുന്നു. ഇനി കെട്ടുകാഴ്ചകളും മറ്റ് ആഘോഷ പരിപാടികൾ ഇവിടെ എത്തിക്കുമ്പോൾ അപ്പോൾ ഈ കരക്കാർ മുഴുവൻ ഉത്സവം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കാണുമ്പോൾ പോലീസിൻ്റെ സഹായം നമുക്ക് വളരെ കൃത്യമായി കിട്ടുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കിവിടെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡിൻ്റെ സേവനം ലഭിച്ചിട്ടുണ്ട്. മറ്റു വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങളുടെ വിശാലമായ ഒരു മാതൃസമിതി ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ മകൻ തൊഴിൽ ദിവസത്തിൽ പുരുഷന്മാർ മുഴുവൻ മാറി നിന്നുകൊണ്ട് ഒരു 25 പേരടങ്ങുന്ന മാതൃസമിതി അംഗങ്ങളുണ്ട്. അവർ സജീവമായിട്ട് മകൻ തൊഴിലിനല്ല ഉത്സവത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്ക് എല്ലാ നിമിഷവും ഉള്ളത് കൊണ്ട് അവരുടെ മേലെ നടക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ആ വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുക എന്നുള്ള ചടങ്ങ് മാത്രമാണ് പുരുഷന്മാരുടെ ദൗത്യം. അതുകൊണ്ട് എല്ലാവരും സംതൃപ്തരായിട്ട് മടങ്ങുന്നു, ദേവിയെ കണ്ട് സായുജ്യരാകുന്നു, ഭക്ഷണം കഴിച്ച് സംതൃപ്തരാകുന്നു. അതാണ് നമ്മുടെ